Good morning, students. So last class we were discussing about the matrix multiplication. So hope you understood how to multiply a matrix with another matrix. This is an important problem. The രണ്ട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു ഡയറക്റ്റ് പ്രൊഡക്റ്റ് കാണാനല്ലാതെ മേ ബി ഒരു ഇക്വേഷൻ തന്നിട്ട് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും അതുപോലെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഇഫ് എ ഈസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ദെൻ ഷോ ദാറ്റ് a square minus 4a minus 5i is equal to 0. So this is the equation for us. അപ്പോൾ നമ്മളുടെ എയിം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ പ്രൂവ് ചെയ്യുക. LHS തന്നിട്ടുണ്ട്, RHS തന്നിട്ടുണ്ട് അല്ലെ. അപ്പം ഇങ്ങനെ ഒരു മെത്തേഡിൽ ചെയ്താൽ a square minus 4a minus 5i ചെയ്താൽ നമുക്ക് ലാസ്റ്റ് എന്ത് ഒരു മെട്രിക്സ് കിട്ടണം? ഒരു സീറോ മെട്രിക്സ് കിട്ടണം. അതാണ് ഇക്വേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നോക്കൂ, a square means what? a into a ആണെന്ത് a square. 4a എന്ന് പറഞ്ഞാൽ 4 into the scalar 4 is multiplied by the matrix a. 5i എന്ന് പറഞ്ഞാൽ 5 into i. i എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഞാൻ ടൈപ്സ് ഓഫ് മെട്രിക്സസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു i is the identity matrix. Identity matrix എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സ് 1ഉം ബാക്കിയുള്ളത് 0 ആയിട്ടുള്ള മെട്രിക്സ് ആണ്. എന്ത് പറഞ്ഞാല് 5i എന്ന് പറഞ്ഞാല് ഈക്വൽ ടു 0. അപ്പൊ അത് തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. അപ്പൊ നമ്മള് ചെയ്യേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് a സ്ക്വയർ കാണാം. വാട്ട് ഈസ് a സ്ക്വയർ? a സ്ക്വയർ എന്ന് പറഞ്ഞാല് a ഇൻറ്റു a ആണല്ലേ. അപ്പൊ a ഇൻറ്റു a എന്ന് പറഞ്ഞാല് 1 2 2 2 1 2 2 2 1 again into 1 2 2 2 1 2 2 2 1. രണ്ട് പ്രാവശ്യം a മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് a സ്ക്വയർ എന്ന് പറഞ്ഞാൽ. ഇനി അതെങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാന്ന് നോക്കാം. രണ്ട് മെട്രിക്സ് ആണ്, രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സോ ഐ ആം ടേക്കിംഗ് ഫസ്റ്റ് റോ, ഫസ്റ്റ് കോളം. എന്ത് വരും? 1 into 1 1 plus 2 into 2 4 plus 2 into 2 4. ഇനി സെയിം ഫസ്റ്റ് റോ, സെക്കൻഡ് കോളം. 1 into 2 2 plus 2 into 1 2 plus 2 into 2 4. Again first row, third column. 1 into 2 2 plus 2 into 2 4 plus 2 into 1 2. ഇങ്ങനെ ഒരു സമ്മാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. Now we are considering the second row, first column. 2 into 1 2 plus 1 into 2 2 plus 2 into 2 4. Second row, second column. 2 into 2 4 plus 1 into 1 1 plus 2 into 2 4. Again second row, third column. 2 into 2 4 plus 1 into 2 2 plus 2 into 1 2. Third row, first column. Third row, first column. 2 into 1 2 plus 2 into 2 4 plus 1 into 2 2. Third row, second column. 2 into 2 4 plus 2 into 1 2 plus 1 into 2 2. Third row, third column. 2 into 2 4 plus 2 into 2 4 plus 1 into 1 1. So this is the final matrix. ഇത് നമ്മളൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 plus 4 8 8 plus 1 9. 4 plus 2 6 6 plus 2 8. Again 4 plus 4 8. ഇവിടെ എന്ത് വരും? 4 plus 4 8. 4 plus 4 8 plus 1 9. 4 plus 2 plus 2 8. 4 plus 2 plus 2 8. 4 plus 2 plus 2 8. 4 plus 4 plus 1 9. അപ്പം നമുക്ക് എന്ത് കിട്ടി? a സ്ക്വയർ കിട്ടി. ദാറ്റ് ഈസ് എ മെട്രിക്സ് a സ്ക്വയർ നമ്മൾ ഓൾറെഡി കിട്ടി. ഇനി നമ്മൾ അത് അവിടെ വെച്ചു. Now we have to see 4a. 4a എന്ന് പറഞ്ഞാൽ എന്താ? 4 into a. a എന്ന് പറഞ്ഞ മെട്രിക്സ് ഏതാ? 1 2 2 2 1 2 2 2 1. ഡയറക്റ്റ് ചെയ്തൂടെ? 4 എന്നുള്ള സ്കേലാർ is multiplied by the matrix. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 4 into 1 4
4 2s are 8, 4 2s are 8. Again 4 2s are 8, 4 1s are 4, 4 2s are 8. 4 2s are 8, 4 2s are 8, 4 1s are 4. നമുക്ക് എന്ത് കിട്ടി? എ സ്ക്വയറും കിട്ടി 4a കിട്ടി. അതെല്ലാം അവിടെ വെച്ചു. ലാസ്റ്റ് നമ്മൾ മൈനസ് ചെയ്യുന്നുള്ളൂ. ആദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം ഇനി 5i ആണ് കാണേണ്ടത്. 5i എന്ന് പറഞ്ഞാൽ 5 into i. I എന്ന് പറയുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അത് ഏത് ഫോമിലുള്ളത് എടുക്കണം, അതായത് ഏത് ഓർഡറിലുള്ളത് എടുക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മളുടെ പ്രോബ്ലം അനുസരിച്ചാണ്. ഇപ്പം ഇവിടെ എല്ലായിടത്തും 3x3 മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ എന്ത് തന്നെ എടുക്കണം? ഒരു 3x3 ഐഡന്റിറ്റി മെട്രിക്സ് തന്നെ എടുക്കണം. 1 0 0 0 1 0 0 0 1. ഇതാണ് എന്ത്? ഐഡന്റിറ്റി മെട്രിക്സ്. മെയിൻ ഡയഗണൽസ് 1ഉം ബാക്കി എല്ലാതും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ 5 into ഇതെന്ന് പറയുമ്പോൾ 5 is multiplied by each elements. അപ്പൊ ഇവിടെ എല്ലാതും 0 ആയതുകൊണ്ട് നമുക്ക് ആകെ ഈ പൊസിഷനിൽ മാത്രമേ എന്ത് വരുള്ളൂ? 5 വരുള്ളൂ. എന്ത് വരും? 5 0 0 0 5 0 0 0 5. നമുക്ക് എന്ത് കിട്ടി? 5i കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് ആ ഒരു ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ എല്ലാതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. a square minus 4a minus 5i. ഇത് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് മൈനസ് ചെയ്താൽ മതി. ഞാൻ മൈൻഡിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്, ഒന്ന് നോക്കുക കേട്ടോ. 9 minus 4 എന്താണ്? 9 minus 4 is equal to 5. ഓരോന്നിന്റെയും ഫസ്റ്റത്തെ നമ്പേഴ്സ് പൊസിഷൻ എന്ത് ചെയ്യുക? a11 ഇവിടുത്തെ a11 ഇവിടുത്തെ a11 അങ്ങനെയാണ് മൈനസ് ചെയ്യേണ്ടത് കേട്ടോ. 9 minus 4 equal to 5, 5 minus 5 equal to 0. 8 minus 8 equal to 0, 0 minus 0 0 തന്നെ. Again 8 minus 8 minus 0 എന്ത് വരും? 0. 8 minus 8 minus 0 0. 9 minus 4 5, 5 minus 5 0. 8 minus 8 minus 8 sorry 0 0. 8 minus 8 minus 0 0. 8 minus 8 minus 0 0. 9 minus 4 minus 5 0. ഒരു സീറോ മെട്രിക്സ് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? The whole matrix equal to 0. നമുക്ക് കിട്ടിയില്ലേ? അപ്പം a square minus 4i minus 5i equal to 0. അപ്പൊ this is how we solve this type of equation. ഇപ്പൊ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ചെയ്യാത്ത പോലെ തോന്നും, പക്ഷേ 1 by 1 ആയിട്ട് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. അപ്പൊ ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. So students, next we are going to see what is determinant. അപ്പോൾ ഡിറ്റർമിനന്റ് ഇതേപോലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് തന്നെയാണ്. കാരണം ഇനി ഫർദർ നമ്മൾ പറയണമെന്നുണ്ടെങ്കിലും ഡിറ്റർമിനന്റ് നമ്മളുടെ ടോപ്പിക്കിന്റെ ഇടയിൽ വരും. സോ ദിസ് ഇസ് വെരി സിമ്പിൾ ടു ഫൈൻഡ് ദ ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ ഒരു മെട്രിക്സിന്റെ എലമെന്റ്സിന്റെ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ ആയിട്ട് ഒരു സിംഗിൾ ആൻസർ കിട്ടും. അതാണ് ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ. അതായത് വി ആർ ഡൂയിങ് എ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഇൻസൈഡ് ദ എലമെന്റ്സ് ഓഫ് എ മെട്രിക്സ് സോ ദാറ്റ് വിൽ ഗെറ്റ് എ ഫൈനൽ സിംഗിൾ വാല്യൂ. അപ്പൊ മെട്രിക്സിനെ നമ്മൾ ചെറുതാക്കിയിട്ട് ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ എങ്ങനെയാണ് ഡിറ്റർമിനന്റ് കാണുക എന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഡിറ്റർമിനന്റ് കാണാനുള്ള സിമ്പിൾ എന്ന് പറഞ്ഞാൽ മെട്രിക്സിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ രണ്ട് പ്ലെയിൻ ലൈൻസിന്റെ ഇടയിൽ വെച്ചാൽ ABCD രണ്ട് പ്ലെയിൻ ലൈൻസിന്റെ ഇടയിൽ വെച്ചാൽ അതിന്റെ അർത്ഥം വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ഡിറ്റർമിനന്റ് ഓഫ് ദിസ് മെട്രിക്സ്. ഞാനൊരു ജനറൽ കേസ് പറയാണ്. അപ്പൊ ഡിറ്റർമിനന്റ് ഒരു 2x2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാൻ ഇറ്റ്സ് വെരി സിമ്പിൾ. അതായത് ചുമ്മാ അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് ഇൻ ബിറ്റ്വീൻ നമ്മൾ മൈനസ് സൈൻ കൊടുക്കുക. ഒന്നുമില്ല, cross multiply the elements and giving minus sign in between. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? A into D, that is AD, minus B into C, that is BC. ഇപ്പോൾ ഒരു 2x2 മെട്രിക്സിൻ്റെത് കാണാൻ വളരെ സിമ്പിൾ ആണ്. AD minus BC, അതായത് ഇവിടെയുള്ള രണ്ട് എലിമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇവിടെയുള്ള രണ്ട് എലിമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ ആൻസർ കിട്ടില്ലേ? അതാണ് വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ. ഇനി കുറച്ചൊരു ഡിഫറൻസ് വരെ 3x3 ചെയ്യുമ്പോഴാണ്. അപ്പൊ 3x3 എങ്ങനെയാ ചെയ്യാൻ നോക്കുക. ABCDEFGHI ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് കാണാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോളൂ,
അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു സിംഗിൾ റോ മാത്രം കൺസിഡർ ചെയ്യാം. ഒരൊറ്റ റോ എടുത്താൽ മതി. അപ്പൊ നോർമലി നിങ്ങൾ ചെയ്ത് വരേണ്ടത് എന്താ വെച്ചാൽ ഫസ്റ്റ് റോ എടുത്തിട്ട് ശീലാവുക. അപ്പം ഇതാണ് നമ്മളുടെ വി ആർ സെലക്ടിങ് ദിസ് റോ. ഇനി നമ്മൾ എക്സ്റ്റേണലി കൊടുക്കേണ്ട ഒരു സംഗതി ഉണ്ട്. അതായത് ഒരു മെട്രിക്സിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് നെഗറ്റീവ് സൈനും പോസിറ്റീവ് സൈനും വരും. ഇപ്പൊ ഒരു 4x4 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടെ ഒരു നെക്സ്റ്റ് സൈൻ വരും. പറഞ്ഞെന്താന്ന് വെച്ചാൽ എ വിൽ ബി ഹാവിംഗ് പോസിറ്റീവ് സൈൻ, ബി വിൽ ബി ഹാവിംഗ് നെഗറ്റീവ് സൈൻ, സി വിൽ ബി ഹാവിംഗ് പോസിറ്റീവ് സൈൻ. ഇനി ഇവിടെ ഒരു 4x4 ആണെങ്കിൽ ഡിയും കൂടെ ഉണ്ടാവില്ല, അതിനെന്ത് വരും, നെഗറ്റീവ് വരും. അപ്പൊ നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന സൈനുകൾ എന്ത് ചെയ്യുക, ഇതിന്റെ മുകളിൽ തന്നെ ഇട്ട് വെക്കുക, എന്നാ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പ്ലസ് മൈനസ് അങ്ങനെ. ഇനി എങ്ങനെയാ ചെയ്യുന്നത് നോക്കുക. ഫസ്റ്റ് ഈ റോ നമ്മൾ സെലക്ട് ചെയ്തു, ഒരു റോ മാത്രം എടുത്താൽ മതി. അതിലുള്ള ഫസ്റ്റ് എലമെന്റ് സെലക്ട് ചെയ്യാം, ദാറ്റ് ഈസ് എ ഇൻറ്റു determinant of, we are going to delete the row and column in which a exists. A എന്നുള്ള ഫസ്റ്റത്തെ എലമെന്റ് നമ്മൾ എടുത്തില്ലേ, ഈ എ നിൽക്കുന്ന റോയും കോളും അങ്ങ് ഒഴിവാക്കുക. എ നിൽക്കുന്ന റോയും എ നിൽക്കുന്ന കോളും ഒഴിവാക്കിയാൽ ബാക്കി എലമെന്റ്സ് ഡിറ്റർമിനന്റ് അകത്ത് എഴുതുക. എന്തായിരിക്കും, ഇ എഫ് എച്ച് ഐ. എന്ത് കിട്ടി, ഇ എഫ് എച്ച് ഐ കിട്ടി. ഇനി അടുത്ത എലമെന്റ് എടുക്കുക, ബി. ബിയുടെ മുകളിലുള്ള സൈൻ ഇവിടെ എയുടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബിയുടെ മുകളിൽ എന്താ, മൈനസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു, മൈനസ് ബി ഇൻറ്റു അഗെയിൻ ബി നിൽക്കുന്ന റോയും ബി നിൽക്കുന്ന കോളും ഒഴിവാക്കിയ ബാക്കി എന്ത് വരും, ഈ ലൈനും ഒഴിവാക്കിയാൽ ഡി എഫ് ജി ഐ. അത് ഇവിടെ ഇടാം, ഡി എഫ് ജി ഐ. ഇനി പ്ലസ് സി പ്ലസ് ആണ്, പ്ലസ് സി ഇൻറ്റു സി നിൽക്കുന്ന റോയും സി നിൽക്കുന്ന കോളും ഒഴിവാക്കിയ ബാക്കി എന്ത് വരും, ഡി ഇ ജി എച്ച്. നമുക്ക് മാക്സിമം 3x3 മെട്രിക്സ് ആയി ചോദിക്കുകയുള്ളൂ. അപ്പം ഇതേ ഫോർമാറ്റ് തന്നെ പഠിച്ചേക്കുക. ആദ്യം പ്ലസ് മൈനസ് പ്ലസ് സൈൻ കൊടുക്കുക. ഏത് എലമെന്റ് ആണോ എടുക്കുന്നത് ഈ ഓർഡറിൽ തന്നെ എടുക്കണം. ആദ്യം എ എടുക്കുക, എ നിൽക്കുന്ന റോയും കോളും ഒഴിവാക്കിയ ബാക്കിയുള്ള എലമെന്റ്സ് ഡിറ്റർമിനന്റ് അകത്ത് എഴുതുക. അഗെയിൻ ബി എടുക്കുക, സെയിം പാറ്റേൺ, സി എടുക്കുക, സെയിം പാറ്റേൺ. ഇങ്ങനെയാണ് വരിക. ഇനി നമുക്കൊരു 2x2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാൻ ഈസി ആയിട്ട് അറിയാം. ഈ എ മാർക്ക് ചെയ്ത് കേട്ടോ, ഈ എ ഇൻറ്റു ഇവിടെ എന്തായാലും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഈ ഐ മൈനസ് എച്ച് എഫ്, ഈ ഐ മൈനസ് എച്ച് എഫ്. ഈ മൈനസ് ബി അതേപോലെ എഴുതുക. പിന്നെ എന്ത് വരും, ഡി ഐ മൈനസ് ജി എഫ് പ്ലസ് സി അതേപോലെ എഴുതാം. അഗെയിൻ ഡി എച്ച് മൈനസ് ജി ഇ. ഇനി നമുക്ക് ഇത് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് സോൾവ് ചെയ്യാം. ബ്രാക്കറ്റിന്റെ അകത്തുള്ളത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യുക, ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ഓരോന്നും ചെയ്താൽ ലാസ്റ്റ് നമുക്കൊരു സിംഗിൾ വാല്യൂ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ദ ഡിറ്റർമിനന്റ് ഓഫ് ദിസ് matrix. Now I have set the general form to find the determinant of a 2x2 matrix and 3x3 matrix. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. സോ സ്റ്റുഡൻസ്, ഞാൻ ഇവിടെ ഒരു 2 പ്രോബ്ലംസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതെങ്ങനെയാണെന്ന് സോൾവ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഒന്ന് സ്വന്തം ചെയ്ത് നോക്കുക. ഫസ്റ്റത്തെ ഞാൻ എടുക്കുകയാണ്, 2x2 മെട്രിക്സ് ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ ടു ഫൈൻഡ് ദ ഫസ്റ്റത്തെ ആണ് കേട്ടോ ചെയ്യുന്നത്, ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് ഫസ്റ്റത്തെ ഒരു 2x2 മെട്രിക്സ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. ദാറ്റ് ഈസ് 2 into 2 4 minus 8 into 4 equal to 32. That is equal to the 4 minus 32 is equal to minus 28. So minus 28 is the value of the determinant for this matrix. നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത്, അതൊരു 3x3 മെട്രിക്സ് ആണ്. അപ്പം ഡിറ്റർമിനന്റ് ഓഫ് 1 2 minus 3 2 minus 1 2 3 2 4. ആദ്യം നമുക്ക് റോ സെലക്ട് ചെയ്യാം. ഫസ്റ്റത്തെ റോ എടുത്തു, പ്ലസ് മൈനസ് പ്ലസ് എന്നിട്ട് കൊടുക്കാം. ഞാൻ എടുക്കാൻ പോകുന്നത് ഫസ്റ്റത്തത് 1 ഇൻറ്റു ഫസ്റ്റ് നിൽക്കുന്ന റോയും കോളും ഒഴിവാക്കിയ ബാക്കി എന്തൊക്കെ വരും, മൈനസ് 1 2 2 4 മൈനസ്
2 into 2 നിൽക്കുന്ന റോയും 2 നിൽക്കുന്ന കോളും ഒഴിവായ ബാക്കി എന്ത് വരും 2 2 3 4 ഇനി പ്ലസ് മൈനസ് 3 അല്ലേ പ്ലസ് മൈനസ് 3 എന്ന് പറഞ്ഞാൽ എലമെന്റ്സിന്റെ സിമ്പിൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ പ്ലസ് ഓഫ് മൈനസ് 3 എന്ന് പറയുമ്പോൾ എന്ത് വരും മൈനസ് 3 വരും ഇവിടെ പ്ലസ് 3 ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്ലസ് 3 വരും ഇവിടെ പ്ലസ് ഓഫ് മൈനസ് 3 ആയതുകൊണ്ടാണ് എന്ത് വരുന്നത് മൈനസ് 3 വരുന്നത് അപ്പം അത് നിൽക്കുന്ന റോയും കോളും ഒഴിവാക്കിയാൽ ദ റിമൈനിങ് എലമെന്റ്സ് 2 minus 1 3 2 2 minus 1 3 2 ഇത് നമുക്ക് സോൾവ് ചെയ്യാം ഇറ്റ്സ് ഈസി 1 into ഇവിടെ തന്നെ എഴുതാം സോറി 1 into ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം minus 1 into 4 is equal to minus 4 minus 2 into 2 4 minus 2 അങ്ങനെ തന്നെ എഴുതി 4 into 2 8 minus 3 into 2 6 ഈ മൈനസ് ഇടയിൽ കൊടുക്കാൻ മറക്കരുത് കേട്ടോ minus 3 into 2 into 2 4 minus 3 into minus 1 equal to minus 3 ഇത് സോൾവ് ചെയ്യാം ആദ്യം ബ്രാക്കറ്റിന്റെ അകത്തുള്ളത് സോൾവ് ചെയ്യാം 1 into minus 4 എന്താ minus 8 sorry minus 4 is equal to yes minus 8 minus 1 into minus 4 equal to minus 8 minus 2 into 8 minus 6 equal to 2 minus 3 into 4 minus 3 എന്ന് പറയുമ്പോൾ എന്താ 4 plus 3 that is equal to 7 ഈ ബ്രാക്കറ്റ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ് ഇറ്റ്സ് മൾട്ടിപ്ലിക്കേഷൻ റൈറ്റ് so 1 into minus 8 minus 2 into 2 minus 4 minus 3 into 7 21 ഇനി നമുക്ക് ഡയറക്റ്റ് ചെയ്യാം minus 8 minus 4 എന്താ minus 8 minus 4 equal to minus 12 minus 12 minus 21 minus 12 minus 21 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും 33 that is minus 33 is the answer so the value of this determinant is minus 33 so this is how we find the determinant of a 2 by 2 matrix and a 3 by 3 matrix 3 by 3 matrix ചെയ്യുമ്പോൾ ഇതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം അപ്പോൾ ഇടയിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ മാത്രം മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ തെറ്റി പോകാനുള്ള ചാൻസസ് ഉണ്ട് so you follow this step so that it's simple for you to calculate the matrix of a 3 by 3 matrix determinant of a 3 by 3 matrix ഇനി ഇതൊരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് അതായത് തന്നിട്ടുള്ളത് ഒരു മെട്രിക്സ് ആണ് ആ മെട്രിക്സ് 0 ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സോറി ദ ഡിറ്റർമിനന്റ് 0 ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എലമെന്റ്സിൽ കുറച്ചൊരു ചേഞ്ച് ഉണ്ട് അതായത് 1 തേർഡ് കോളം ബി പ്ലസ് സി പ്ലസ് എ പ്ലസ് ബി അത് ആ തേർഡ് കോളമിലുള്ള എലമെന്റ്സ് ആണ് കേട്ടോ അപ്പൊ അതിന്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ 0 കിട്ടണം അപ്പൊ നിങ്ങൾ ഞാൻ ഈ പ്രോബ്ലം ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് ഒന്ന് സ്വന്തം വീഡിയോ പോസ്റ്റ് നോക്കിയിട്ട് ഒന്ന് സ്വയം ചെയ്ത് നോക്കുക എന്നിട്ട് ലാസ്റ്റ് 0 കിട്ടുന്നുണ്ടോ നോക്കുക ഒന്നുമില്ല വെറുതെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാനും പ്ലസ് ചെയ്യാനുള്ളൂ പക്ഷെ ആ ഒരു ഓർഡറിൽ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും എന്നിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കിയുള്ള വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് എവിടെയാ തെറ്റിയത് എന്ന് നോക്കുക അപ്പൊ ആദ്യം വീഡിയോ കാണുന്നതിന് മുന്നേ ഐ റിമൈൻഡ് യു ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക കേട്ടോ ഒരു പ്രാവശ്യം കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആവും അപ്പൊ അതിന്റെ മുന്നേ ഒന്ന് എഴുതിയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് സെൽഫ് അനലൈസ് ചെയ്യാം എന്നതിന് ശേഷം മാത്രം കാണാം അപ്പൊ ഈ പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഫസ്റ്റത്തെ റോ ഞാൻ സെലക്ട് ചെയ്തു ഐ എം ഗിവിംഗ് പ്ലസ് മൈനസ് പ്ലസ് സൈൻ അപ്പൊ 1 into first row first column delete ചെയ്തു എന്ത് വരും b c plus a c a plus b minus a into 1 c plus a 1 a plus b plus b plus c into b plus c ആണ് third element
റോയും കോളും ഒഴിവാക്കി 1b 1c. ഇത് സോൾവ് ചെയ്യാം. 1 into b into a plus b minus c into c plus a. ഇത് ഞാൻ മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാണ്, കാരണം ഇത് കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. c into c plus a minus a into 1 into a plus b minus 1 into c plus a plus b plus c into ഇത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം. 1 into c യും 1 into b യും ആണ്. അപ്പം c minus b. ഇനി ഇത് സോൾവ് ചെയ്യാം. 1 into ആദ്യം ബ്രാക്കറ്റിന്റെ അകത്തുള്ള സോൾവ് ചെയ്യാം. b into a plus b എന്ന് പറഞ്ഞാൽ ഈ b എന്നുള്ള എലമെന്റ് ഉള്ളിലത്തെ ഓരോന്നിനെ കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ba പ്ലസ് ഇങ്ങനെ bb, b into b എന്ന് പറഞ്ഞാൽ b സ്ക്വയർ മൈനസ് c സ്ക്വയർ മൈനസ് c into a, അതാണ് വെച്ചു. മൈനസ് a into 1 into a plus b എന്ന് പറയുമ്പോൾ തന്നെയാണ് a plus b ആണ്. മൈനസ് 1 into c plus a എന്ന് പറയുമ്പോൾ മൈനസ് 1 ആയതുകൊണ്ട് മൈനസ് c മൈനസ് a. മൈനസ് 1 into c മൈനസ് c മൈനസ് 1 into a മൈനസ് a പ്ലസ് b plus c into c മൈനസ് b ആണ്. അപ്പം ഇതിലത്തെ ഓരോന്നും പുറത്തിലത്തെ ഓരോന്നിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യം b into c bc മൈനസ് b into b b സ്ക്വയർ ഇനി c പ്ലസ് c സ്ക്വയർ മൈനസ് bc. ഇനി ഞാൻ ഈ ബ്രാക്കറ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 1 into ആയതുകൊണ്ട് അതിലൊരു മാറ്റവും ഇല്ല. മൈനസ് സി എ. ഇനി മൈനസ് എ ഈ ബ്രാക്കറ്റിന്റെ പുറത്തുണ്ട്, അപ്പൊ മൈനസ് എ ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ ഈച്ച് എലമെന്റ്. അപ്പൊ മൈനസ് എ ഇൻറ്റു എ മൈനസ് എ സ്ക്വയർ മൈനസ് എ ബി മൈനസ് എ സി മൈനസ് എ ഇൻറ്റു മൈനസ് എ പ്ലസ് എ സ്ക്വയർ. ബാക്കിയുള്ളത് ഞാൻ അതുപോലെ എഴുതി. ഓക്കെ, ഇങ്ങനെ ഒരു ലോങ് ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബി എ ഉണ്ട്. ബി എയും എ ബി എന്ന് പറഞ്ഞാൽ തന്നെയാണ് എ ഇൻറ്റു ബി, ബി ഇൻറ്റു എയും സെയിം തന്നെയാണ്. സോ ഹിയർ വി ആർ ഹാവിംഗ് എ ബി എ, ഹിയർ വി ആർ ഹാവിംഗ് എ എ ബി. അപ്പൊ പ്ലസ് എ ബി മൈനസ് എ ബി എന്തായി പോയി? കട്ടായി പോയി. ഓരോന്നിന്റെയും അതിന്റെ കോൺജുഗേറ്റ് ടേം അപ്പുറത്തുണ്ടാവും. പ്ലസ് ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഗെറ്റ്സ് cancelled. Minus c square plus c square gets cancelled. Minus ca ഇവിടെ തെറ്റിപ്പോയല്ലോ. ഇവിടെ മൈനസ് എ ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു മൈനസ് സി എന്ന് പറഞ്ഞാല് പ്ലസ് എ സി ആണ് കേട്ടോ. അപ്പൊ മൈനസ് സി എ പ്ലസ് സി എ ഗെറ്റ്സ് cancelled. Minus a square plus a square gets cancelled. Plus bc minus bc gets cancelled. അപ്പൊ എന്തായി? എല്ലാ ടേമും ക്യാൻസൽ ആയി പോയി. നമുക്ക് ബാക്കി എന്ത് കിട്ടി? 0. The value of the determinant is 0. അതാണ് നമ്മളടുത്ത് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത്. Show that. So that ഇപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാല് എന്തായാലും 0 കിട്ടും ലാസ്റ്റ് വാല്യൂ. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. സോ ദിസ് ഈസ് ഹൗ വി സോൾവ് ദിസ് പ്രോബ്ലം. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു പുതിയ ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. സിംഗുലാർ മെട്രിക്സ് ആൻഡ് നോൺ സിംഗുലാർ മെട്രിക്സ്. സോ ഫാർ നമ്മൾ ഡിറ്റർമിനന്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒന്നുമില്ല, സിംഗുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ a square matrix is said to be singular if the determinant of the matrix equal to 0. ഇപ്പൊ എ എന്നുള്ള ഒരു മെട്രിക്സ് ആണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിന്റെ എ എന്നുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ ലാസ്റ്റ് നമുക്ക് 0 കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ that type of matrix is called as singular matrix. ഇപ്പൊ നിങ്ങളടുത്ത് പ്രോബ്ലം ചോദിക്കുകയാണ്, show that this matrix is singular എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ ഡിറ്റർമിനന്റ് കാണാം. 0 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് സിംഗുലർ ആണ്. നോൺ സീറോ വാല്യൂ ആണ് എന്നുണ്ടെങ്കിൽ അത് നോൺ സിംഗുലർ ആണ്.
that is if the determinant of a matrix is not equal to 0 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ആവാം പോസിറ്റീവ് വാല്യൂ ആവാം 0 ആവില്ല അങ്ങനത്തെ മെട്രിക്സിനാണ് എന്ത് പറയാ നോൺ സിംഗുലാർ മെട്രിക്സ് അപ്പോൾ ഇത് ഒന്ന് മൈൻഡിൽ വെക്കണം സിംഗുലാർ മെട്രിക്സ് ആൻഡ് നോൺ സിംഗുലാർ മെട്രിക്സ് സോ ജസ്റ്റ് ആഫ്റ്റർ ദിസ് ക്ലാസ് ഒരു ഹോംവർക്ക് ഉണ്ട് അപ്പം തന്നെ ഒന്ന് ചെയ്ത് നോക്കുക ഷോ ദാറ്റ് ഒരു രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട് this matrix and this matrix you will have to show that this matrix is singular so what you have to do is to find the determinant of these two matrices and when you are getting show that they are singular means you will be getting the value of the determinant is 0 കിട്ടണം കിട്ടിയാൽ നിങ്ങൾ എന്ത് പറയും അത് സിംഗുലാർ ആണ് if it is not 0 you will say that it is non singular matrix അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കുക ബാക്കിയുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും so thank you all